ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മീഷോ ട്യൂണിക് ഹോൾ വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ കൂടെ ചെയ്യുക. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ ഡ്രസ്സസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യും. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാ ഈ ഒരു യെല്ലോ കളർ ഒരു ട്യൂണിക് ടോപ്പാണ് കേട്ടോ. ഭയങ്കര അടിപൊളി ഒരു യെല്ലോ കളറാണ്. നല്ല മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയില്ലേ, ആ ഒരു യെല്ലോ കളറാണ്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എസ് സൈസ് ആണ്. എസ് തൊട്ട് XXL വരെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് കേട്ടോ. റേറ്റ് വന്നിട്ട് 235 രൂപയാണ്. എല്ലാം നല്ല അഫോർഡബിൾ ആണ്. എല്ലാം ഒരു 250 അല്ലെങ്കിൽ ഒരു 300 ബിലോ ആണ് കേട്ടോ എല്ലാം വന്നിട്ട്. അപ്പോൾ ഒരു 1000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 3-4 ടോപ്സ് ഇങ്ങനത്തെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഒരു നല്ല പക്ക ഒരു 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 എത്തനിക് ടച്ച് തോന്നുന്ന ഒരു ട്യൂണിക് ഡ്രസ്സാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നമുക്ക് ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് പെയർ ചെയ്യാം. ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ ഒരു സ്ക്വയർ നെക്കാണ് വരുന്നത്. അത്യാവശ്യം കുറച്ച് വൈഡായിട്ടുള്ള സ്ക്വയർ നെക്കാണ്, പക്ഷെ ഇറങ്ങിയിട്ടൊന്നുമല്ല, കുറച്ച് വൈഡാണെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇതുപോലെ തന്നെ ഇതുപോലെ ടൈ ചെയ്യേണ്ട ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ബ്ലൗസിൻ്റെ ഒക്കെ ബാക്കിൽ, ലെഹങ്കയുടെ ഒക്കെ ബാക്കിൽ ചെയ്യുന്ന ആ ഒരു ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ടൈ ചെയ്യാൻ 2 സൈഡ് ഉണ്ട് കേട്ടോ. 2 എൻഡായിട്ട് ഇങ്ങനെയുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു യെല്ലോയില് ഒരു വൈറ്റ് ഒരു പ്രിൻ്റാണ് കേട്ടോ. വൈറ്റ് പ്രിൻ്റ് വരുന്നുണ്ട്. ആ വൈറ്റ് പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ ഒരു സിൽവർ ഒരു ഗ്ലിറ്റർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വാഷ് ചെയ്യുമ്പോൾ ഇത് റിമൂവ് ആവില്ല എന്ന് തോന്നുന്നു. മേ ബി കണ്ടിന്യൂസ് ആയിട്ട് വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും. സ്ലീവ്സ് വരുന്നത് 3/4 ആണ് കേട്ടോ. 3/4ൻ്റെയും ഈ ഒരു സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഒന്ന് കുറച്ചുകൂടെ ഒരു കട്ടിയിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെയിം മെറ്റീരിയൽ തന്നെ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. കൈയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫിറ്റിങ്ങോടെ വരുന്നൊരു അടിപൊളി ടോപ്പ് തന്നെയാണ് കേട്ടോ. നല്ല ഫിറ്റിംഗ് ആണ്. എസ് സൈസ് 32 ബസ് സൈസുള്ള എനിക്ക് എസ് സൈസ് പെർഫെക്റ്റ് ആയിരുന്നു. ചെറിയൊരു ലൂസ് ഫിറ്റിങ്ങിലാണ് ഉള്ളത്. പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഇവിടെ ഈ ഒരു ഇവിടെയായിട്ട് ഈ വേസ്റ്റിൻ്റെ ഇവിടെയായിട്ട് കുറച്ച് ഇതുപോലെ ഫ്ലെയേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്ലെയേഴ്സ് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് മുട്ടിൻ്റെ മുകളിലായിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അതായത് ഒരു പെർഫെക്റ്റ് ഒരു ടോപ്പ് തന്നെ, ഒരു പെർഫെക്റ്റ് ഒരു ട്യൂണിക്കിൻ്റെ അതേ ഒരു ലെങ്ത് ഒക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളതാണ്. ചെറിയൊരു എന്താ പറയുക ലൂസ് ഉണ്ട്. വേണമെങ്കിൽ ഓൾട്ടർ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ പ്രിഫർ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് വെയർ ചെയ്യാം കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അടിപൊളി തന്നെയാണ്. നല്ല രസമുള്ള പ്രിന്റും നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ്. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്ന് കണ്ടപ്പം ഇതെനിക്ക് തോന്നി ഇങ്ങനെ നമ്മൾ ഈ ഹൽദി ഒക്കെ ഇല്ലേ, ഹൽദിക്കൊക്കെ നമ്മളിപ്പോൾ ഷോർട്ട് കുർത്തീസ് അല്ലെങ്കിൽ ഷോർട്ട് ഇതുപോലത്തെ ട്യൂണിക്സിൽ നല്ല പൈജാമ, അതായത് നല്ല ഇങ്ങനെ ഫ്ലെയർ ഒക്കെ ആയിട്ടുള്ള നമ്മുടെ പാട്ടിയാല ടൈപ്പ് പാൻറ്റുകളൊക്കെ പെയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതിനൊക്കെ അടിപൊളിയായിരിക്കും തോന്നി കേട്ടോ. പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. ഞാനത് വെയർ ചെയ്തിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിന് കറക്റ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളും മനസ്സിലാകും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ കളർ ഒരു ട്യൂണിക്കാണ് കേട്ടോ. ഇത് വന്നിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്യൂണിക് തന്നെയാണ്. ഏകദേശം എല്ലാം സെയിം പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ ഫ്ലെയേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. ഇത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എസ് സൈസ് ആണ്. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 204 രൂപയാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽ റയോൺ ആണ്. പിന്നെ സ്ലീവ്സ് ഒക്കെ 3/4 ആണ് സ്ലീവ് വരുന്നത്. വേറെ എക്സ്ട്രാ ഡീറ്റെയിലിങ് കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ഈ ഒരു ഫാബ്രിക് വെച്ചിട്ടുള്ള കുറച്ച് ഡിസൈന് മാത്രം. ഫ്രണ്ടിലും ഇതുപോലെ റൗണ്ട് ആണ് നെക്ക് വരുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ കുറച്ച് ബട്ടൺസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഷോ ബട്ടൺസ് ആണ് വെച്ചിട്ടുണ്ട്. അതൊന്ന് ആ ഒരു ഫ്രണ്ട് നെക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വേസ്റ്റിൻ്റെ ഇവിടെയായിട്ട് ഞൊറിവുകൾ വന്നിട്ടുണ്ട്. ഇതൊന്നും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, പക്ഷെ വലിയ സീത്രൂവോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. യെല്ലോന് വേണമെങ്കിൽ നമുക്കൊരു സ്ലിപ്പ് വേണമെങ്കിൽ ഈ പെയർ ചെയ്യാം. കാരണം യെല്ലോ അത് കുറച്ചുകൂടെ ഒരു ലൈറ്റ് ഷെയ്ഡ്സ് അല്ലേ. ഇതിനൊന്നും അതിൻ്റെ ആവശ്യമുണ്ട് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഏകദേശം നമുക്കൊരു ഡ്രസ്സിൻ്റെ ലെങ്ത് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഷോർട്ടൊക്കെ ആയവരാണെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ഡ്രസ്സായിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം മുട്ടിൻ്റെ മേലെയായിട്ട് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. ബാക്കി എല്ലാത്തിനേക്കാളും കുറച്ചുകൂടി ഇത് ലെങ്ത്ത് അധികം വരുന്നുണ്ട് കേട്ടോ.
വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ. ഒരു ജയ്പൂരി കോട്ടൺ പ്രിൻ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ തോന്നുന്നൊരു പ്രിൻ്റാണ്. പിന്നെ ഈ ഒരു റേറ്റിന് എന്തായാലും വർത്ത് തന്നെയാണ്. അപ്പം നമ്മുടെ തേർഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു റെഡ് കളർ ഒരു ട്യൂണിക് ടോപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു റെഡ് കളറാണ്, അതിൽ നല്ല വൈറ്റ് ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുറേ ഫ്ലവർ ഡിസൈൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എസ് തന്നെയാണ്. 248 റുപ്പീസാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. അപ്പോൾ ഇത് മെറ്റീരിയൽ വന്നിട്ട് വിസ്കസ് റയോൺ ആണ് കേട്ടോ, പക്ഷെ ശരിക്കും ഒരു കോട്ടൺ ഫീൽ തന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ നെക്ക് ഇവിടെ വീനെക്കാണ് വന്നിട്ടുള്ളത്. എഗെയിൻ ഇവിടെ ഇങ്ങനെ ഫ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 ആണ്. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു എലാസ്റ്റിക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള സ്ലീവ് ഒരു ബലൂൺ കൈൻഡ് ഓഫ് ഒരു സ്ലീവാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ടൈറ്റ് ഉള്ളതിനേക്കാളും ഇതുപോലെയുള്ള എലാസ്റ്റിക് ആണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ എലാസ്റ്റിക് കുറച്ചധികം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെ ലൂസായിട്ട് വരുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലത് എല്ലാത്തിൻ്റെ അല്ല, ചിലതൊക്കെ ലൂസായിട്ട് പോകുന്ന പോലെ നമ്മൾ വാഷ് ചെയ്യുന്ന പോലെ ഇരിക്കും. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഇതിനും ലൈനിങ്ങോ കാര്യങ്ങളോ ഇല്ല, പക്ഷെ സീത്രോ കാര്യമൊന്നും അല്ല കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. കുറച്ച് ലൂസൊക്കെ ആയിട്ട് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അതുകൊണ്ട് എസ് സൈസ് എനിക്ക് ഓക്കെയാണ്. ഇടയ്ക്ക് ഞാനിവിടെ ഷോൾഡറിൻ്റെ ഇവിടെ ഇല്ലേ, അവിടെ മാത്രം ഒന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്കും, അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ ബോഡി ഒന്നും ചെയ്യാറില്ല. നോർമലി കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പം നമ്മൾ ചൂടുകാലമൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഇതിന് സ്ലിപ്പോ കാര്യങ്ങളോ ഒന്നും വേറേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫാബ്രിക് തന്നെയാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് കളർ ഒരു ട്യൂണിക് ആണ് കേട്ടോ. ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ട്യൂണിക് ഡ്രസ്സാണ്. ഭയങ്കര എന്താ പറയുക, ഒന്നുമില്ല കേട്ടോ, വെയിറ്റേ ഇല്ല. പക്ഷെ ഭയങ്കര തിന്നൊന്നും അല്ല മെറ്റീരിയൽ. എന്നാലും വൈറ്റ് ആയതുകൊണ്ട് നമ്മൾക്കൊരു സ്ലിപ്പ് വെച്ചിട്ട് പെയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് എസ് സൈസ് ആണ്. എസ് തൊട്ട് XXL വരെ അവൈലബിൾ ആണ്. മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ്. റേറ്റ് 209 രൂപയാണ് കേട്ടോ. അഗെയിൻ സ്ലീവ്സ് ഒക്കെ 3/4 തന്നെയാണ്. ഭയങ്കര ഈ ഒരു പ്രിന്റും ഈ ഒരു ഫാബ്രിക്കിന്റെ ഡീറ്റെയിലിംഗ് അല്ലാതെ വേറെ എക്സ്ട്രാ ഒന്നുമില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയാണ് ഇത് വെയർ ചെയ്താൽ. നെക്ക് വന്നിട്ട് ഒരു റൗണ്ട് നെക്കാണ്. അവിടെ ഇങ്ങനെ ഒരു വി പോലെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലെങ്ത് ഒക്കെ എല്ലാം വരുന്നത് കുറച്ചും മുട്ടിൻ്റെ കുറച്ച് മേലെയായിട്ട്, അതായത് നമ്മൾ നോർമൽ ടോപ്പിൻ്റെ ലെങ്ത് തന്നെയാണ് വരുന്നത്. അതിൽ ഞാൻ പറഞ്ഞ ഒന്ന് മാത്രം കുറച്ചധികം ലെങ്ത് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ. ബാക്കിലും ഈ ഒരു ഫ്ലെയേഴ്സ് എല്ലാത്തിൻ്റെയും ബാക്കിലും വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലും മാത്രമല്ല ബാക്കിലും ആ ഫ്ലെയേഴ്സ് വരുന്നുണ്ട്. ഭയങ്കര ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഈ വൈറ്റിൽ ഇതുപോലെ ഈ പിങ്കും ഈ ഒരു ഗ്രീനൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ, ഭയങ്കര കംഫർട്ടബിൾ ആണ്. റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ട്. ഒരു സമ്മർ ഒരു കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഹോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇതിലെ ഫേവറേറ്റ് എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഏതൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നുള്ളതും കമൻറ്റ് ചെയ്യുക കേട്ടോ പറ്റുമെങ്കിൽ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പറ്റുന്നവരാണെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം നമ്മുടെ ചാനലിൽ, അതൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.